ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 1 എക്സാമിനേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 36. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ ബി, കൊടുങ്ങല്ലൂർ. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചേരമാൻ ജുമാ മസ്ജിദ് പണികഴിപ്പിച്ചത് ആരാണ്? മാലിക് ഇബ്നു ദിനാർ. മാലിക് ഇബ്നു ദിനാർ ആണ് ചേരമാൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. പ്രാചീന കാലത്ത് കൊടുങ്ങല്ലൂർ മുസിരിസ് വാഞ്ചി മഹോദയപുരം എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏത് പേരുകളിലാണ്? മുസിരിസ്, വാഞ്ചി, മഹോദയപുരം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണ്? കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? കൊടുങ്ങല്ലൂർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദും ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയും സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കൊടുങ്ങല്ലൂർ തന്നെയാണ്. AD 52 സെൻറ് തോമസ് എത്തിയത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിലെ ഒരു ഗ്രാമമാണ് കോട്ടപ്പുറം എന്ന് പറയുന്നത്. കോട്ടപ്പുറം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന? ദേശീയ ജലപാത 3 അഥവാ വെസ്റ്റ് കോസ്റ്റ് കനാൽ. കൊല്ലം കോട്ടപ്പുറം. ദേശീയ ജലപാത 3 സ്ഥിരം ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ, കൊല്ലം കോട്ടപ്പുറം. 205 കിലോമീറ്റർ ആണ് കൊല്ലം കോട്ടപ്പുറം ജലപാതയുടെ നീളം. 205 കിലോമീറ്റർ. ഇനി ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? പൊന്നാനി. പൊന്നാനിയാണ് കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലാണ് കുടുംബശ്രീ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ പദ്ധതി ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. എന്നാണ്? 17 മെയ് 1998. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അതെവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നാണ് കടലുണ്ടി പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്. കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കരിപ്പൂരിലാണ്. മലപ്പുറം ജില്ല. കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? മലപ്പുറം ജില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തിരൂർ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തിരൂർ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല. ഇനി മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ, കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ കരകൗശല ഗ്രാമമാണ് ഇരിങ്ങൽ എന്ന് പറയുന്നത്. അപ്പോൾ മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ, കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലെ കരകൗശല ഗ്രാമമാണ് ഇരിങ്ങൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 39. 37 38 നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, വോളിബോൾ. അപ്പോൾ നമുക്കിതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് കളികളും അവയുമായി ബന്ധപ്പെട്ട പദങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. വോളിബോൾ, ലിബറോ, ഡിഗ്, പെപ്പർ, സ്പൈക്ക്, ഷോക്കർ, ചിക്കൻ വിങ്, പാൻകേക്ക്, വാട്ടർഫാൾ ബോൾ,
തുടങ്ങിയവ. ബാസ്കറ്റ് ബോൾ, ബനാന കട്ട്, ബാങ്ക് ഷോട്ട്, ബ്രിക്ക്, ചക്കർ, ഫ്രീ ത്രോ, പിവോട്ട്, റൺ ആൻഡ് ഗൺ, ടോയ്ലറ്റ് ബൗൾ, ട്രാവൽ. ക്രിക്കറ്റിൽ അഗ്രികൾച്ചറൽ ഷോട്ട്, ആം ബോൾ, ബീമർ, ബൈ, കാരം ബോൾ, ഡെയ്സി കട്ടർ, ഡസ് ബോൾ, ഫ്ലിപ്പർ, ഗാർഡനിങ്, ലീഡിംഗ് എഡ്ജ്, ചൈനാമാൻ. ബോക്സിങ്ങിലുള്ള പദങ്ങൾ നോക്ക് ഔട്ട്, റിംഗ് കോർണർ, ബോബ് ആൻഡ് വീവ്, ഡക്ക് ഓർ ബ്രേക്ക്, ബോബിംഗ്, ജാബ് തുടങ്ങിയവ. ഗോൾഫിലുള്ളത് ടീ ഷോട്ട്, പാർ, സ്റ്റേബിൾ ഫോർഡ്, വൂൾഫ് അഡ്രസ്, ആൽബട്രോസ്, ബനാന ബോൾ, കൽക്കട്ട, ഈഗിൾ. ഗുസ്തിയിലെ പദങ്ങൾ ബ്ലോ അപ്പ്, ബുക്ക്, ചീപ്പ് ഷോട്ട്, പൊട്ടറ്റോ തുടങ്ങിയവ. ഇനി ഐസ് ഹോക്കി, ബോഡി ചെക്കിംഗ്, ബ്ലൂ ലൈനർ, ക്രോസ് ചെക്കിംഗ്, ഹൈ സ്റ്റിക്ക്, അയൺ ക്രോസ്, മേജർ പെനാൽറ്റി, പെനാൽറ്റി കിൽ, സോസർ പാസ്. അപ്പം ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം, ഈ പദങ്ങളും കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ 40. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കബഡി. അപ്പം ഇനി നമുക്കിതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. നേപ്പാളിൻ്റെ ദേശീയ കളി കബഡി. നേപ്പാളിൻ്റെ ദേശീയ കളി ഏതാണ്? കബഡി. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ദേശീയ കളി ഹോക്കി. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ദേശീയ കളി ഏതാണ്? ഹോക്കി. അമേരിക്കയുടെ ദേശീയ കളിയാണ് ബേസ്ബോൾ. അമേരിക്കയുടെ ദേശീയ കളി ബേസ്ബോൾ. അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ കളി ബുസ്കാഷി. അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ കളി ഏതാണ്? ബുസ്കാഷി. ഭൂട്ടാൻ്റെ ദേശീയ കളി അമ്പെയ്ത്താണ്. ഭൂട്ടാൻ്റെ ദേശീയ കളി ഏതാണ്? അമ്പെയ്ത്ത്. അമ്പെയ്ത്ത്. ഭൂട്ടാൻ അമ്പെയ്ത്ത്. കാനഡയുടെ ദേശീയ കളി ഐസ് ഹോക്കി. കാനഡയുടെ ദേശീയ കളി ഐസ് ഹോക്കി. കാനഡ ഐസ് ഹോക്കി. ചൈന ടേബിൾ ടെന്നീസ്. ചൈനയുടെ ദേശീയ കളിയാണ് ടേബിൾ ടെന്നീസ്. ചൈനയുടെ ദേശീയ കളി ടേബിൾ ടെന്നീസ്. ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റ്. ഇംഗ്ലണ്ടിൻ്റെ ദേശീയ കളി ക്രിക്കറ്റ്. ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ദേശീയ കളി ഫുട്ബോൾ. ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ദേശീയ കളിയാണ് ഫുട്ബോൾ. ഇത്രയും രാജ്യങ്ങളുടെ ദേശീയ കളികൾ ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 41. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറയുന്നവ ഒന്നും അല്ല. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ലിബ്രെ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, ഗൂഗിൾ ഷീറ്റ്സ് തുടങ്ങിയവയെല്ലാം എന്താണ്? സ്പ്രെഡ്ഷീറ്റുകളാണ്. അപ്പോൾ എന്താണ് ഈ സ്പ്രെഡ്ഷീറ്റുകൾ എന്ന് പറഞ്ഞാൽ? വരിയും നിരയുമായിട്ട് ക്രമീകരിച്ച് കണക്കുകൂട്ടലുകൾ നടത്താൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റുകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ നോക്കാം. എയർ ടേബിൾ, അപ്പാച്ചി ഓപ്പൺ ഓഫീസ്, ഹാൻസൺ ടേബിൾ, ഷീറ്റ് ഗോ, സ്മാർട്ട് ഷീറ്റ്, സോഹോ ഷീറ്റ്. അപ്പം ഇതുമൊക്കെ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പം അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. 42. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ആൻസർ ഓപ്ഷൻ എ, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്? കാന്തശക്തി ഉപയോഗിച്ച് വിവരങ്ങൾ സംഭരിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ നമുക്ക് വേറെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്. അപ്പോൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് പിന്നീടുള്ള ഉദാഹരണങ്ങൾ ഫ്ലോപ്പി ഡിസ്ക്,
മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ടേപ്പ്. ഇനി ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ? ലൈറ്റ് ഉപയോഗിച്ച് വിവരങ്ങൾ സംഭരിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? CD, DVD, ബ്ലൂറേ ഡിസ്ക്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണങ്ങളാണ്. ഇനി ഫ്ലാഷ് മെമ്മറി ഡിവൈസ്. ഫ്ലാഷ് മെമ്മറി ചിപ്പ് ഉപയോഗിച്ച് ഡേറ്റ സ്റ്റോറേജ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഫ്ലാഷ് മെമ്മറി ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? USB ഫ്ലാഷ് ഡ്രൈവ്സ്, USB ഫ്ലാഷ് ഡ്രൈവ്, SD കാർഡ്സ്, അപ്പം മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണങ്ങൾ ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം CD, DVD, ബ്ലൂറേ ഡിസ്ക്. ഫ്ലാഷ് മെമ്മറി ഡിവൈസിന് ഉദാഹരണം USB ഫ്ലാഷ് ഡ്രൈവ്സ്, SD കാർഡ്സ്. ഇതും കൂടെ നോക്കി വെച്ചേക്കാം. 43. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3 മാത്രം. മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം. ഗൂഗിൾ ക്ലൗഡ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസാണ്. മറ്റ് വീഡിയോ കോൺഫറൻസ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിസ്കോ വെബെക്സ്, ഡയൽപാഡ് മീറ്റിംഗ്സ്, ട്രൂ കോൺഫ് ഓൺലൈൻ, ഫ്രീ കോൺഫറൻസ്. അപ്പോൾ ഇതും വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 44. ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, സൈബർ ബുള്ളിയിങ്. ഇനി നമുക്കിതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. ക്രാക്കിംഗ്. എന്താണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഹാക്കിംഗ്. എന്താണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ ശൃംഖലയിലോ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലോ അനുവാദമില്ലാതെ പ്രവേശിക്കുക, വിവരങ്ങൾ ചോർത്തുക, അതിന് പറയുന്ന പേരാണ് ഹാക്കിംഗ്. അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖലയിലോ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലോ അനുവാദമില്ലാതെ പ്രവേശിച്ച് വിവരങ്ങൾ ചോർത്തുന്നതിന് പറയുന്ന പേരാണെന്ത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുണ്ട് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ്സ് ഉണ്ട്, വൈറ്റ് ഹാറ്റ്സ് ഉണ്ട്, ഗ്രേ ഹാറ്റ്സ് ഉണ്ട്. അപ്പം ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് ആണ്. അവർ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ചെന്നിട്ട് എല്ലാ വിവരങ്ങളും ചോർത്തിയെടുക്കുന്ന, ദുരുദ്ദേശത്തോടുകൂടി ചോർത്തിയെടുക്കുന്നവരാണ്. വൈറ്റ് ഹാറ്റ്സ് എന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തോടുകൂടി ഹാക്ക് ചെയ്ത് എടുക്കുന്നവരാണ്. ഇനി ഗ്രേ ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടു കൂടിയും ചിലപ്പോൾ അനുമതിയില്ലാതെയും ഹാക്ക് ചെയ്യുന്നവരാണ് ഗ്രേ ഹാറ്റ്സ്. അപ്പോൾ 3 തരത്തിലാണ് ഹാക്കേഴ്സ് ഉള്ളത്. ഇനി ഫിഷിംഗ്. എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ? ഫിഷിംഗ് ഇൻ്റർനെറ്റിലൂടെ പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതിസുരക്ഷാ വ്യക്തി വിവരങ്ങൾ വ്യാജ വെബ് പേജ് അല്ലെങ്കിൽ ID-യിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഫിഷിംഗ്? ഇൻ്റർനെറ്റിലൂടെ പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതിസുരക്ഷാ വ്യക്തി വിവരങ്ങൾ വ്യാജ വെബ് പേജ് അല്ലെങ്കിൽ ID-യിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പ്, അതിനെയാണ് പറയുന്നത് ഫിഷിംഗ് എന്ന്. ഇനി സൈബർ സ്ക്വാട്ടിംഗ്.
സൈബർ സ്ക്വാട്ടിംഗ്. എന്താണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനം, അതിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി സൈബർ ടെററിസം. സൈബർ ടെററിസം എന്താണ്? സൈബർ ടെററിസം ദേശസുരക്ഷ, രാജ്യത്തിൻ്റെ ഏകത്വം, പരമാധികാരം എന്നിവയ്ക്കെതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവൃത്തികൾ, അതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേംസും കൂടെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം നമുക്ക്.